വണ്ടിപ്പെരിയാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:48. നമ്മളിപ്പോൾ പരുന്തുംപാറയിലാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഒരു വെള്ളം ഒഴുകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് കാണിക്കാം. എന്താ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ തോട് പോലെയുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്. ഇതാ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഈ വഴിയാണ് ഇങ്ങനെ വന്നത്. നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ തേയിലയാണ്. തേയിലയുടെ കായാണിത്. ഇതാ കണ്ടോ, തേയിലയുടെ കായ. ഇവിടെ ഇഷ്ടം പോലെ കായുണ്ട്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് തേയിലയ്ക്ക് ഒരുപാട് കായായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. 1-2 കായൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതുപോലെ ഇങ്ങനെ ഒത്തിരി കായായിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഞാൻ തേയിലപ്പൂ കാണിക്കാം. നിങ്ങൾ തേയിലപ്പൂ കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ. ഇത് കണ്ടോ, ഇതാണ് തേയിലയുടെ പൂ. കണ്ട, നല്ല ഭംഗിയുണ്ട് കാണാൻ. കാര്യമായിട്ട് മണമെന്ന് പറയാൻ നോക്കട്ടെ, വലിയ മണമൊന്നുമില്ല. ബട്ട് നല്ല രസമുണ്ട് കാണാൻ തേയിലയുടെ പൂ. കണ്ടോ, ഇവിടെ എല്ലാം തേയില കായും പൂവായിട്ടാണ് നിൽക്കുന്നത്. ഇത് കുറച്ചേ ഉള്ളൂ ഇവിടെ തേയില ഇങ്ങനെ, അവിടെ ഇവിടെയും കുറച്ചായിട്ട്. പിന്നെ നമ്മളിങ്ങനെ നേരത്തെ നടക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ കണ്ടോ, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണേ. ഇപ്പം നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണാൻ ഇറങ്ങിയതാ. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ചെറിയൊരു വെള്ളം, കുളം എന്നൊന്നും പറയാൻ പറ്റുമോ എനിക്കറിയില്ല, ഇതിന് ആഴം ഉണ്ടോയെന്നൊന്നും. ബട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, നല്ല രസമുണ്ട്. അവിടെ ഇങ്ങനെ മറ്റേ ഇതിന് പറയുന്നത് കുളക്കോഴിന്നോ അങ്ങനെ എന്തോ ആണ് പറയുക. അവിടെ എന്തോ ഒരു സൗണ്ട് കേട്ടു കേട്ടോ. എന്താണോ എന്തോ അറിയില്ല, ഒരു സൗണ്ട് ഞാൻ കേട്ടു. എന്തോ എടുത്ത് ചാടിയതുപോലെ എനിക്ക് തോന്നി. അവരൊക്കെ ഇച്ചിരി ദൂരെയാണ്, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. അറിയില്ല, ഒന്നും ആവില്ലായിരിക്കും അല്ലേ. നല്ല വെയിലുണ്ട്, ബട്ട് ഇടയ്ക്ക് നല്ല മഞ്ഞ് വരുന്നുണ്ട്. ഈ തേയിലയുടെ കായ്ക്കുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 കായ എടുത്തിട്ടുണ്ട്. നമ്മളത് പൊട്ടിച്ച് നോക്കാൻ പോവാണേ, ഇതിൻ്റെ അകത്ത് എന്താണ്. ഇതാ നോക്കാം, അതിൻ്റെ അകത്തൊരു കുരുവുണ്ട്, നമ്മുടെ അവക്കാഡോ ഒക്കെ പോലെ. അതിനുള്ളിൽ എഗെയിൻ ഒരു കുരുവുണ്ട്. ഇതാണ് ആ കുരുവേ. ഇതാ കണ്ടോ, തേയിലക്കുള്ളിൽ ഒരു കുരുവുണ്ട്. നമുക്കത് ഒന്നുകൂടെ പൊട്ടിച്ച് നോക്കാം. ഓക്കെ, അഗെയിൻ നമ്മളത് പൊട്ടിക്കുമ്പോൾ കറക്റ്റ് അവക്കാഡോ പോലെ, അവക്കാഡോയുടെ ഉള്ളിൽ ഇതുപോലൊരു സാധനമില്ലേ, അതുപോലെ തന്നെ ഇതാ ഉണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ ഈ പീനട്ടൊക്കെ പോലെ അല്ലേ, കറക്റ്റ് അതുപോലെ തന്നെ. ഇത് തന്നെ പൊട്ടും. കണ്ടോ, ഇതിങ്ങനെ പൊട്ടി, അയ്യോ അത് താഴെ പോയി. ഇവിടെ ഉണ്ട്. കണ്ട ഇങ്ങനെ പൊട്ടും. എന്നിട്ട് ഇതിങ്ങനെ പൊട്ടി വീണിട്ട് അവിടുന്ന് വീണ്ടും കിളിക്കുമായിരിക്കുമോ അതറിയില്ല. കിളിക്കുമോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ ഇല്ലില്ല, കായുന്നത് ഇത് നമുക്ക് തണ്ട് വെച്ചിട്ടേ കിളിപ്പിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതാ ഇത് കണ്ടോ, ഇത് കാ പൊട്ടിയതാണേ. പൊട്ടി വരുന്നതും ഉണ്ട്, അതിൻ്റെ ഉള്ളിലും ഉണ്ട്. പക്ഷെ ഇത് പൊട്ടുന്നതും ഉണ്ട്. ഇതാണ് നമ്മളുടെ, ഇത് തന്നെ പൊട്ടും കേട്ടോ. ഇത് നമ്മളുടെ ഇടുക്കി ബേസ്ഡ് ആയിട്ടുള്ള മലയാളം ഫിലിംസിൻ്റെ ഒരു മസ്റ്റ് സീനാണിത്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ജീപ്പിലേക്ക് അവിടുത്തെ ആൾക്കാരൊക്കെ സഞ്ചരിക്കുന്നതും ഒക്കെ അല്ലേ. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മഹേഷിൻ്റെ പ്രതികാരമൊക്കെ ഓർമ്മ വന്നു. നമ്മളിപ്പോൾ ഹില്ലാഷ് പരുന്തുംപാറയിലേക്കാണ് പോകുന്നത്. ഇച്ചിരി ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയാണ്. ബൈക്ക് ജീപ്പൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് കാറെടുത്ത് പോകാമെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും റിസ്ക് എടുത്ത് ഇവിടേക്ക് പോവാണ്. നല്ല ഓഫ് റോഡാണ്. ഒരു 2.4 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക്. ഒരു കിയ വണ്ടി വരുന്നുണ്ട്. അങ്ങോട്ട് ഒത്തിരി ചേർക്കണ്ട, കയറി പോത്തില്ലത്. സെന്റിമീറ്റർ തന്നെ ഉണ്ടോന്ന് ഡൗട്ടാണ്. കറക്റ്റ് ഓഫ് റോഡാണ്. ഒരു സിംഗിൾ വണ്ടി പോകാനുള്ള സ്പേസേ കറക്റ്റ് ഉള്ളൂ ശരിക്കും. ഹായ്.
ഓർത്തഡോക്സ് ചർച്ചുകളൊക്കെ എങ്ങനെയാണോ ഈ ഷെയ്ക്ക് ആവാതൊക്കെ വീഡിയോ എടുക്കുന്നത്? പുള്ളി മൊത്തം കാറിലാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ? ക്യാമറയിൽ അതിനുള്ള എഫക്റ്റ് ഒക്കെ ഉണ്ട്. റിസ്കി വേ ആണ്. വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇച്ചിരി ഓഫ് റോഡാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളിവിടെ എത്തുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും. ഇതൊക്കെ വെട്ടാറായി നിൽക്കുന്ന തേയിലകളാണ്. കണ്ടോ കണ്ടോ, നല്ല തളിർത്ത ഇലകളുണ്ട്. കണ്ടോ, നല്ല നല്ല തളിർത്ത ഇലകളും ഉണ്ട്. അതുപോലെ തന്നെ മൂത്ത ഇല. ഇതിനു മുമ്പ് ശരിക്കും വെട്ടേണ്ടതാണ്. ഇതൊക്കെ വെട്ടാറായി ലൈക്ക് അത് കഴിഞ്ഞ് നിൽക്കുന്ന ഇലകളാണ്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം നല്ല വിളവെടുത്ത തേയിലകളാണ്. നല്ല ഭംഗിയാണ്, നല്ല പച്ചിപ്പോടെ നല്ല രസമാണ് കാണാൻ. അതിൻ്റെ ഒത്ത നടുക്കൊരു റിസർവോയർ ഉണ്ട്. ആ റിസർവോയറിനെ നോക്കുവാണെങ്കിൽ അതിന് ചുറ്റും കുറേ പച്ചിപ്പ്, കുറച്ച് കുട്ടി കുട്ടി വീടുകൾ, അവിടെയൊക്കെ കുറേ വീടുകൾ, ലയങ്ങളാണെന്ന് തോന്നുന്നു, അവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കോടയുണ്ട്, കാർമേഘങ്ങളുണ്ട്, മേഘങ്ങളുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു റിയൽ കേരള വില്ലേജ് ബ്യൂട്ടി ആണെന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും. ഇപ്പം നമ്മൾ ആ വഴി കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നു. അവിടെ കണ്ടോ, അത് ശരിക്കും ഒരു ചെറിയൊരു ഗ്രാമമാണ്. കണ്ടോ, ഒരു അമ്പലം, ചുറ്റും കുറേ വീടുകൾ. ദ റിയൽ വില്ലേജ് ബ്യൂട്ടി. വണ്ടി വരുന്നുണ്ട്. We almost reached it. നമ്മൾ മേളിൽ നിന്ന് കണ്ടില്ലേ, ആ റിസർവോയറിൻ്റെ അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ മേളിൽ നിന്ന് കണ്ട റിസർവോയർ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ തേയിലയൊക്കെ കൊണ്ടുവരുമ്പോൾ തേയില തൂക്കുന്ന ഒരു സംഭവമാണിത്. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുണ്ട്. റിസർവയറാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ തന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓരോ തേയിലത്തോട്ടത്തിനും ഓരോ ബ്യൂട്ടിയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് ഓരോ തേയിലത്തോട്ടത്തിനും. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റണം. അത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് ഒരു ബോറിംഗ് ആയിരിക്കും. ഇവിടെ പുതിയ വഴി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ വരാം. അപ്പോൾ ഈ ഓഫ് റോഡ് കയറണം എന്നില്ല, ഡയറക്റ്റ് നമുക്ക് ഈ റിസർവോയറിലേക്ക് വരാം. അതാണ് അവിടെ വഴി പണിയുന്നത്. നമ്മളിപ്പോൾ അവിടുന്ന് കയറിയ വഴിയുടെ കുറച്ചുകൂടെ ഫ്രണ്ടിലാണ് ഈ വഴി പണി നടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു യൂട്ടേൺ എടുത്തു. നമ്മളിപ്പോൾ ആ വഴിയായിരുന്നു ഇങ്ങനെ വന്നിരുന്നത്. നമ്മളിപ്പോൾ ഇതിനെ വലം വെച്ച് അപ്പുറത്തേക്ക് പോവാണ്. ഈ സൈഡിൽ നല്ല വെള്ളം, അവിടെ ടീ, ഇവിടെയും ടീ. നമ്മളിപ്പോൾ സത്രം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് വരികയാണ്. ഇച്ചിരി ഓഫ് റോഡാണ്. നമ്മൾ വന്ന വഴിയും കുറച്ച് നല്ല വഴിയായിരുന്നു, കുറച്ച് ഓഫ് റോഡായിരുന്നു. നമ്മൾ നേരെ കാണുന്നത് പുൽമേടാണ്, നമ്മുടെ ശബരിമല പുൽമേടാണ് നമ്മൾ നേരെ കാണുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ശബരിമല. ഇവിടെ പശുവൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. അമ്മ നോക്കി തരണേ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പീക്കിലേക്കാണ് കയറുന്നത്. ഇവിടെ നമ്മൾ ഒരു വ്യൂ പോയിന്റിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്. നമ്മളിവിടെ പീക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ എയർ സ്ട്രിപ്പ്. കണ്ടോ, കണ്ടോ,
ഇതാണ് നമ്മളുടെ എയർ സ്ട്രിപ്പ്. ഫ്ലൈറ്റിനൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൺവേ ആണ്. ഞാൻ ഇത്രയും കയറ്റം കയറി വന്നതാണ്. നമ്മൾ അവിടുന്ന് നടന്ന് ഇവിടെ ഒരു നല്ലൊരു കയറ്റം ഉണ്ടായിരുന്നു. അത് കയറി വന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി അണയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ എയർപോർട്ടിലൊക്കെ ഉള്ള ഒരു റൺവേ പോലെ തന്നെയാണ്, കണ്ടോ? ഞങ്ങളിപ്പോൾ തിരിച്ച് പരുത്തുപാറയിലേക്കാണ്. ഭയങ്കര കാറ്റാണ്, നല്ല ഇഷ്ടമുണ്ട്. ഇപ്പം ഞങ്ങൾ കുന്നൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.